നമസ്കാരം. നിങ്ങൾ നഴ്സിംഗ് ഗവേഷണത്തിന്റെ ഭാഗമായി ഒരുപാട് വിവരങ്ങൾ ശേഖരിക്കാറുണ്ടോ? ചിലപ്പോൾ ആ ഡാറ്റയുടെ മലവെള്ളപ്പാച്ചിലിൽ നിന്ന് എങ്ങനെയൊരു കരപറ്റുമെന്നാലോചിച്ചു തലപുകഞ്ഞിട്ടുണ്ടോ? എങ്കിൽ പേടിക്കേണ്ട. ഡാറ്റയെ എങ്ങനെ മെരുക്കിയെടുക്കാം, അതായത് ഡാറ്റ വർഗീകരണം എന്ന വളരെ പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. സത്യത്തിൽ ഏതൊരു ഗവേഷകനും ആദ്യം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണിത്. നമ്മുടെ കയ്യില് സംസ്കരിക്കാത്ത ഡേറ്റയുടെ ഒരു കൂമ്പാരം തന്നെ കാണും, അല്ലേ? ഇതിൽ നിന്ന് എങ്ങനെ ഒരു അർത്ഥമുണ്ടാക്കിയെടുക്കും? എവിടെ തുടങ്ങും? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ് ഡേറ്റ വർഗീകരണം. അപ്പോൾ എന്താണ് ഈ ഡാറ്റ വർഗീകരണം? സിമ്പിളായി പറഞ്ഞാൽ, ചിതറിക്കിടയ്ക്കുന്ന ഒരുപാട് വിവരങ്ങളില്ലേ, അതിനെ അവയുടെ പൊതുവായ സ്വഭാവം നോക്കി ചെറിയ അടുക്കും ചിട്ടയുമുള്ള ഗ്രൂപ്പുകളാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണിത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കാര്യങ്ങൾ പഠിക്കാൻ എന്തെളുപ്പമായിരിക്കും, അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് കടന്നു നോക്കാം. നമ്മൾ ആദ്യം അസംസ്കൃത ഡാറ്റയുടെ വെല്ലുവിളി എന്താണെന്ന് നോക്കും. പിന്നെ ഡാറ്റയെ ഗുണങ്ങൾ വെച്ചും സംഖ്യകൾ വെച്ചും എങ്ങനെ തരംതിരിക്കാമെന്ന് പഠിക്കും. അവസാനം ഇതെല്ലാം രോഗി പരിചരണത്തിൽ എത്രത്തോളം പ്രധാനമാണെന്നും ചർച്ച ചെയ്യും. അപ്പൊ തുടങ്ങാല്ലേ? ആദ്യത്തെ ഭാഗം അസംസ്കൃത ഡേറ്റയുടെ വെല്ലുവിളി. ഈ കുഴഞ്ഞുമറിഞ്ഞ ഡാറ്റയിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു ക്രമം കണ്ടെത്തുന്നത് എന്ന് നോക്കാം. ഒരു കാര്യം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ഈ ഡേറ്റ വർഗീകരണമെന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്നൊരു സംഭവമല്ല. ഇത് വലിയൊരു പ്രോസസ്സിന്റെ ഭാഗമാണ്. നമ്മൾ ഡേറ്റ ശേഖരിക്കുന്നു, അതിലെ തെറ്റുകൾ തിരുത്തുന്നു, കോഡ് ചെയ്യുന്നു, അതിനുശേഷമാണ് നമ്മൾ വർഗീകരണത്തിലേക്ക് വരുന്നത്. ഈ ഘട്ടമാണ് ശരിക്കും പറഞ്ഞാൽ തുടർന്നുള്ള എല്ലാ വിശകലനങ്ങൾക്കും ഒരു അടിത്തറയിടുന്നത്. ഇനി ഈ വർഗീകരണത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ലോകത്തുള്ള ഏത് ഡാറ്റ എടുത്താലും അതിന് പ്രധാനമായും രണ്ടായിട്ട് തിരിക്കാം. ഈയൊരു വിഭജനം മനസ്സിലാക്കിയാൽ മതി, ബാക്കിയെല്ലാം വളരെ എളുപ്പാകും. അതെ, ഇതാണ് ആ രണ്ട് പ്രധാന വിഭാഗങ്ങൾ: ഗുണാത്മക ഡാറ്റയും പരിമാണാത്മക ഡാറ്റയും, അതായത് ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഗുണങ്ങളെക്കുറിച്ചും വിവരണങ്ങളെക്കുറിച്ചും പറയും, എന്തുകൊണ്ട്, എങ്ങനെ എന്നൊക്കെ. പക്ഷേ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അക്കങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, എത്ര, എത്രത്തോളം എന്നൊക്കെ. ഒന്ന് വാക്കുകളിൽ കഥ പറയുന്നു, മറ്റേത് അക്കങ്ങളിൽ കണക്ക് പറയുന്നു. ശരി, അപ്പം നമുക്ക് ആദ്യത്തെ വിഭാഗത്തിലേക്ക് ആഴത്തിലൊന്ന് ഇറങ്ങിച്ചെല്ലാം. അതായത് ഗുണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണം. വാക്കുകളിലൂടെയും വിവരണങ്ങളിലൂടെയുമുള്ള ആ കഥയിലേക്ക്. അപ്പോ എന്താണ് ഈ ഗുണാത്മക ഡേറ്റ? പേരിൽ തന്നെയുണ്ട് കാര്യം, അല്ലേ? ഇത് അളവിനേക്കാൾ ഉപരി ഗുണത്തെക്കുറിച്ചുള്ള ഡേറ്റയാണ്. അക്കങ്ങൾ വെച്ച് അളക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. ഒരാളുടെ ലിംഗം, മതം, സത്യസന്ധത, അല്ലെങ്കിൽ ഒരു രോഗനിർണയം, ഇതൊക്കെ ഇതിനുദാഹരണങ്ങളാണ്. നമ്മൾ നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പരിചിതമായ കാര്യങ്ങളാണ്. ഒന്ന് നോക്കൂ. രോഗിയുടെ ലിംഗം, വിവാഹിതനാണോ അല്ലയോ എന്നുള്ള വൈവാഹിക നില, മതം, സാക്ഷരത, ഡോക്ടർ നൽകുന്ന രോഗനിർണയം, ഏതു തരം ആശുപത്രിയിലാണ് അവർ അഡ്മിറ്റായിരിക്കുന്നത്, ഇതൊക്കെ ഗുണാത്മക ഡാറ്റയാണ്. ഇനി ഈ ഗുണാത്മക ഡാറ്റയെ തരംതിരിക്കാൻ രണ്ട് വഴികളുണ്ട്. ഒന്നാമത്തത് ലളിതമായ വർഗീകരണം. അതായത് നമ്മൾ ഒരൊറ്റ ഗുണം മാത്രം എടുക്കുന്നു. ഉദാഹരണത്തിന് സാക്ഷരത. അപ്പോ രണ്ട് ഗ്രൂപ്പേ ഉണ്ടാകൂ: സാക്ഷരർ, നിരക്ഷരർ. അത്രയുള്ളൂ. പക്ഷേ രണ്ടാമത്തത് കുറച്ചുകൂടി സങ്കീർണമാണ്: ബഹുമുഖ വർഗീകരണം. ഇവിടെ നമ്മൾ ഒരേ സമയം രണ്ടോ അതിലധികമോ ഗുണങ്ങൾ നോക്കും. ഉദാഹരണത്തിന് ലിംഗവും സാക്ഷരതയും. അപ്പോൾ നമുക്ക് സാക്ഷരരായ പുരുഷന്മാർ, നിരക്ഷരരായ പുരുഷന്മാർ, സാക്ഷരരായ സ്ത്രീകൾ, നിരക്ഷരരായ സ്ത്രീകൾ എന്നിങ്ങനെ പല ഗ്രൂപ്പുകൾ കിട്ടും. ഓക്കെ, അപ്പൊ ഗുണങ്ങളുടെ കഥ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഡേറ്റയുടെ മറ്റേ വശത്തേക്ക്, അതായത് അക്കങ്ങളുടെ ലോകത്തേക്ക് പോകാം. സംഖ്യകൾ എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഇത് അളക്കാൻ കഴിയുന്ന ഡേറ്റയാണ്. അതായത് ഇവിടെയെല്ലാം അക്കങ്ങളാണ്. കൃത്യമായ യൂണിറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഉയരം, ഭാരം, രക്തസമ്മർദ്ദം, ഇതെല്ലാം പരിമാണാത്മക ഡേറ്റയാണ്. ഇനി ഈ സംഖ്യാ ഡാറ്റയിൽ തന്നെ രണ്ട് പ്രധാന തരംതിരിവുകളുണ്ട്: വിഭിന്ന ഡാറ്റയും തുടർച്ചയായ ഡാറ്റയും. ഇത് തമ്മിൽ മാറിപ്പോകാതിരിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. ഓർത്തുവെച്ചോളൂ. വിഭിന്ന ഡാറ്റ നമുക്ക് എണ്ണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. തുടർച്ചയായ ഡാറ്റയോ അത് അളക്കാൻ പറ്റുന്ന കാര്യങ്ങളും. എണ്ണുന്നത്, അളക്കുന്നത്. സിമ്പിളല്ലേ? അപ്പോൾ വിഭിന്ന ഡാറ്റ, അതായത് നമുക്ക് എണ്ണാൻ പറ്റുന്നവ. ഉദാഹരണത്തിന് ഒരു കുടുംബത്തിലെ കുട്ടികളുടെ എണ്ണം 1, 2, 3, അല്ലാതെ 2.5 കുട്ടികൾ എന്നൊന്നും നമ്മൾ പറയില്ലല്ലോ. അതുപോലെ തന്നെ
ഒരു വാർഡിൽ എത്ര രോഗികൾ അഡ്മിറ്റായി, ഒരു ക്ലാസ്സിൽ എത്ര നഴ്സിംഗ് വിദ്യാർത്ഥികളുണ്ട്, ഒരു മിനിറ്റിൽ എത്ര തവണ ഹൃദയം പിടിച്ചു, ഇതെല്ലാം നമുക്ക് കൃത്യമായി എണ്ണിയെടുക്കാൻ പറ്റും. ഇനി മറ്റേ വിഭാഗം നോക്കാം, തുടർച്ചയായ ഡാറ്റ, അതായത് നമ്മൾ അളക്കുന്നവ. ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി ഫ്ലെക്സിബിളാണ്. രോഗിയുടെ ഉയരം, ഭാരം, ശരീരത്തിലെ താപനില ഇവയെല്ലാം ഇതിൽപ്പെടും. കാരണം ഇതിനൊക്കെ ഇടയിലുള്ള മൂല്യങ്ങൾ സാധ്യമാണ്. ഒരാളുടെ ഉയരം കൃത്യം 165 സെന്റിമീറ്റർ ആകണമെന്നില്ല, 165.5 സെന്റിമീറ്റർ ആകാം. ശരീരതാപനില 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആകാം, അല്ലെങ്കിൽ 98.7 ഡിഗ്രി ഫാരൻഹീറ്റ് ആകാം. അതാണ് തുടർച്ചയായ ഡാറ്റയുടെ പ്രത്യേകത. ഇനി നമ്മൾ ഈ പരിമാണാത്മക ഡേറ്റയെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അതിനുള്ളിലും പല തട്ടുകളുണ്ട്, ഈ ചാർട്ടിൽ കാണുന്ന പോലെ. വെറുതെ പേര് മാത്രം പറയുന്ന നോമിനൽ തലത്തിൽ നിന്ന് തുടങ്ങി ഒരു ഓർഡറുള്ള ഓർഡിനൽ, പിന്നെ കൃത്യമായ ഇടവേളകളുള്ള ഇന്റർവെൽ, അവസാനം യഥാർത്ഥ 0 എന്ന സങ്കല്പമുള്ള റേഷ്യോ വരെ. മുകളിലേക്ക് പോകുന്തോറും ഡാറ്റ കൂടുതൽ കൃത്യവും ശക്തവുമായിക്കൊണ്ടിരിക്കും. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ആ ഡേറ്റ വെച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഡേറ്റയെ പലതായി തിരിച്ചു, അതിന്റെ പല വശങ്ങൾ കണ്ടു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇതൊക്കെ നമ്മൾ എന്തിനു ചെയ്യുന്നു? ഒരു നേഴ്സ് എന്ന നിലയിൽ ഇതുകൊണ്ട് നമുക്കെന്താണ് പ്രയോജനം? ആ വലിയ എന്തിനെ എന്ന ചോദ്യത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ, ശരിയായ രീതിയിൽ വർഗീകരിക്കുമ്പോൾ ആ അസംസ്കൃത ഡാറ്റയുടെ രൂപം തന്നെ മാറും. അതൊരു ശക്തമായ ഉപകരണമായി മാറും. ചിതറിക്കിടക്കുന്ന ഒരുപാട് വിവരങ്ങളെ അർത്ഥവത്തായ അറിവാക്കി മാറ്റുന്ന ഒരു മാന്ത്രിക വിദ്യയാണിത്. നോക്കൂ, ഇത് 3 ഘട്ടങ്ങളായി നമുക്ക് കാണാം. ഒന്നാമതായി, വർഗീകരണം കഴിയുമ്പോൾ ആ അസംസ്കൃത ഡാറ്റ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറും. രണ്ടാമതായി, അങ്ങനെ ഒരേപോലെയുള്ള ഗ്രൂപ്പുകളാക്കി മാറ്റിയാൽ നമുക്കവയെ തമ്മിൽ അർത്ഥവത്തായി താരതമ്യം ചെയ്യാൻ പറ്റും. അവസാനം, ഈ താരതമ്യത്തിൽ നിന്ന് നമുക്ക് ശരിയായ നിഗമനങ്ങളിലെത്താനും നമ്മുടെ നഴ്സിംഗ് പ്രാക്ടീസിനെ മെച്ചപ്പെടുത്താനും സാധിക്കും. അതെ, ഇതാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വിവരങ്ങൾ ശേഖരിച്ച്, വർഗീകരിച്ച്, വിശകലനം ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാല്, അതിൽ നിന്ന് കിട്ടുന്ന അറിവുപയോഗിച്ച് നമ്മുടെ നഴ്സിംഗ് പരിശീലനം മെച്ചപ്പെടുത്തണം, പുതിയ നയങ്ങൾ രൂപീകരിക്കണം, ഭാവിയിലെ ഗവേഷണങ്ങൾക്ക് വഴികാട്ടണം. ചുരുക്കിപ്പറഞ്ഞാൽ, രോഗികൾക്ക് മികച്ച പരിചരണം നൽകണം. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കാം. നമ്മൾ ഈ കണ്ട ഡേറ്റ വർഗീകരണം, ഇത് എങ്ങനെയാണ് തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു മികച്ച നഴ്സിംഗ് കരിയറിലേക്ക് നമ്മളെ ഓരോരുത്തരെയും നയിക്കുന്നത്? വെറുതെ ഒരു ടെക്നിക്കൽ കാര്യം എന്നതിലുപരി നമ്മുടെ രോഗികളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ഇതിനെങ്ങനെ സാധിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കൂ.